ജീവികളെ കാണുമ്പോൾ ഭൂരിഭാഗം ആളുകൾക്കും വെറുപ്പോ അറപ്പോ തോന്നാറുണ്ട്. എന്നാൽ ആ തോന്നൽ വെറുമൊരു വെറുപ്പിൽ ഒതുങ്ങാതെ യുക്തിരഹിതമായ കടുത്ത ഭയമായും പരിഭ്രാന്തിയായും മാറുന്ന ഒരവസ്ഥയുണ്ട്. അതിലൊന്നാണ് പാറ്റകളോടുള്ള അമിത ഭയം. ഇതിനെ ശാസ്ത്രീയമായി കാറ്റ്സാരിഡോഫോബിയ എന്ന് വിളിക്കുന്നു. വീടുകളിലെ ഇരുണ്ട കോണുകളിൽ നിന്നോ അടുക്കളയിലെ പാത്രങ്ങൾക്കിടയിൽ നിന്നോ ഒരു പാറ്റ പെട്ടെന്ന് പറന്നുയരുമ്പോൾ പലരുടെയും ഹൃദയമിടിപ്പ് വർദ്ധിക്കുന്നത് കാണാം. സാധാരണക്കാർക്ക് ഇത് വെറും ഒരു പേടിയായി തോന്നാമെങ്കിലും ഈ ഫോബിയ ഉള്ളവർക്ക് ഒരു പാറ്റയുടെ ചിത്രമോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചിന്തയോ പോലും കടുത്ത മാനസിക സമ്മർദ്ദവും ശ്വാസം മുട്ടലും ഉണ്ടാക്കാൻ പോകുന്നതാണ്. ഇത് വെറുമൊരു കുഞ്ഞു ജീവിയോടുള്ള പേടിയല്ല, മറിച്ച് മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തെ, യാത്രകളെ, സാമൂഹിക ബന്ധങ്ങളെ പോലും ദോഷകരമായി ബാധിക്കുന്ന ഒരു യഥാർത്ഥ മാനസികാരോഗ്യ വെല്ലുവിളിയാണ്. ഒരു സാധാരണ വ്യക്തിക്ക് പാറ്റകളോട് തോന്നുന്ന വെറുപ്പും ഈ ഫോബിയ ഉള്ള ഒരാളുടെ പ്രതികരണവും തമ്മിൽ ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഭയം എന്നത് വെറും ഒരു മാനസികാവസ്ഥ മാത്രമല്ല, അത് ശരീരത്തിൽ പെട്ടെന്നുണ്ടാകുന്ന പല ഭൗതിക മാറ്റങ്ങൾക്കും കാരണമാകുന്നു. പാറ്റയെ കാണുമ്പോഴോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴോ ഈ ഫോബിയ ഉള്ളവരിൽ പെട്ടെന്ന് ഹൃദയമിടിപ്പ് വർദ്ധിക്കുകയും ശരീരം വിറയ്ക്കാനും വിയർക്കാനും തുടങ്ങുകയും ചെയ്യുന്നു. ശ്വാസമെടുക്കാൻ കടുത്ത ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, തലകറക്കവും ഓക്കാനവും വരിക, നിയന്ത്രണം നഷ്ടപ്പെടുന്നതുപോലെ തോന്നുക എന്നിവ ഇതിന്റെ പ്രധാന ലക്ഷണങ്ങളാണ്. പലപ്പോഴും ഇത് കടുത്ത പാനിക് അറ്റാക്ക് അഥവാ പെട്ടെന്നുള്ള പരിഭ്രാന്തിയിലേക്ക് നയിച്ചേക്കാം. ഈ ലക്ഷണങ്ങൾ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നതിനൊപ്പം തന്നെ അവരുടെ മനസ്സിലേക്ക് പാറ്റകളെക്കുറിച്ചുള്ള അനാവശ്യ ചിന്തകൾ നിരന്തരം കടന്നുവന്നുകൊണ്ടിരിക്കും. പാറ്റകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള മുറികളിലോ കെട്ടിടങ്ങളിലോ പോകാൻ ഇവർ കഠിനമായി ഭയപ്പെടുന്നു. തങ്ങൾ ഇരിക്കുന്ന സാഹചര്യങ്ങൾ സുരക്ഷിതമാണോ എന്ന് ഇവർ എപ്പോഴും സംശയിച്ചുകൊണ്ടേയിരിക്കും. ഇത്തരം ചിന്തകൾ കാരണം ഇവരുടെ ദൈനംദിന ജീവിതത്തിലെ തീരുമാനങ്ങളും ദിനചര്യകളും പൂർണ്ണമായും ഈ ഭയത്തിന് അടിമപ്പെട്ടു പോകുന്നു. മനുഷ്യനിൽ ഉണ്ടാകുന്ന ഏതൊരു പ്രത്യേക ഫോബിയയുടെയും പിന്നിൽ നിയന്ത്രണം നഷ്ടപ്പെടുന്നതിനെക്കുറിച്ചുള്ള ഭയമോ അല്ലെങ്കിൽ മുൻകാലങ്ങളിലുണ്ടായ ഏതെങ്കിലും കടുത്ത അനുഭവങ്ങളോ ആയിരിക്കും ഉണ്ടാകുക. കുട്ടിക്കാലത്ത് പാറ്റകളുടെ ഭാഗത്തു നിന്നുണ്ടായ പെട്ടെന്നുള്ളതോ ഭയപ്പെടുത്തുന്നതോ ആയ അനുഭവങ്ങൾ ഇതിലേക്ക് നയിക്കാറുണ്ട്. ഒരു പാറ്റ പെട്ടെന്ന് ശരീരത്തിലേക്ക് വീഴുകയോ അല്ലെങ്കിൽ ഇരുട്ടിൽ വെച്ച് അതിനെ കണ്ട് ഞെട്ടുകയോ ചെയ്ത ഓർമ്മകൾ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു പോകാം. യഥാർത്ഥത്തിൽ ആ ജീവിയിൽ നിന്ന് വലിയ അപകടമൊന്നും ഉണ്ടാകാനില്ലെങ്കിലും ആ നിമിഷത്തിലുണ്ടായ കടുത്ത ഞെട്ടലും ഭയവും പിന്നീട് പാറ്റകളോടുള്ള സ്ഥിരമായ ഭയമായി പരിണമിക്കുന്നു. മറ്റൊരു പ്രധാന കാരണം പഠിച്ചെടുക്കുന്ന പെരുമാറ്റ രീതികളാണ്. കുട്ടിക്കാലത്ത് മാതാപിതാക്കളോ മുതിർന്നവരോ പാറ്റകളെ കണ്ട് കടുത്ത പരിഭ്രാന്തിയോടെ ഒച്ച വയ്ക്കുകയോ ഓടി മാറുകയോ ചെയ്യുന്നത് കാണുമ്പോൾ പാറ്റകൾ വളരെ അപകടകാരികളായ ജീവികളാണെന്ന സന്ദേശം കുട്ടികളുടെ ഉപബോധ മനസ്സിലേക്ക് തനിയെ പകർന്നു നൽകപ്പെടുന്നു. പ്രകൃത്യാ തന്നെ അമിത ഉത്കണ്ഠയുള്ള വ്യക്തികളിൽ ഈ ഭയം വളരെ പെട്ടെന്ന് ഒരു ഫോബിയായി മാറാറുണ്ട്. ഇതോടൊപ്പം ചലച്ചിത്രങ്ങളും മാധ്യമങ്ങളും പാറ്റകളെ വളരെ മോശവും വികൃതവുമായ രീതിയിൽ ചിത്രീകരിക്കുന്നതും സമൂഹത്തിൽ നിലനിൽക്കുന്ന പൊതുവായ മനോഭാവങ്ങളും ഈ ഭയത്തെ ചെറുപ്പകാലം മുതൽക്കേ വളർത്താൻ കാരണമാകുന്നുണ്ട്. കാറ്റ്സാരിഡോഫോബിയ ഒരാളുടെ ജീവിത നിലവാരത്തെ തന്നെ സാരമായി ബാധിക്കുന്ന ഒന്നാണ്. വീടുകളും മുറികളും നിരന്തരം വൃത്തിയാക്കുകയും പരിശോധിക്കുകയും ചെയ്യുന്ന ഒരുതരം അമിത ജാഗ്രതയിലേക്ക് ഇവർ വഴിമാറുന്നു. പാറ്റകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന ചിന്ത കാരണം ചില പ്രത്യേക മുറികളിലോ കെട്ടിടങ്ങളിലോ കയറാൻ ഇവർ മടിക്കുന്നു. ഇത് ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ വീടുകൾ സന്ദർശിക്കുന്നതിനും വിനോദയാത്രകൾ പോകുന്നതിനും വലിയ തടസ്സമായി മാറാറുണ്ട്. ഹോട്ടലുകളിലോ പുതിയ താമസ സ്ഥലങ്ങളിലോ രാത്രി തങ്ങേണ്ടി വരുമ്പോൾ അനുഭവപ്പെടുന്ന ഭയം കാരണം പലരും യാത്രകൾ തന്നെ വേണ്ടെന്ന് വെക്കുന്നു. ജോലിസ്ഥലത്തോ സാമൂഹിക പരിപാടികളിലോ ഉള്ള ഇവരുടെ പങ്കാളിത്തത്തെ പോലും ഈ ഭയം നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോൾ ജീവിതം കടുത്ത മാനസിക സമ്മർദ്ദത്തിലാകുന്നു. ഭയത്തെ ഭയന്നുകൊണ്ട് ജീവിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് മോചനം നേടാൻ ശരിയായ പിന്തുണയും ശാസ്ത്രീയമായ സമീപനങ്ങളും അത്യന്താപേക്ഷിതമാണ്. ഒരു ജീവിയോടുള്ള ഭയം കുറയ്ക്കാനുള്ള ഏറ്റവും നല്ല വഴി അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുക എന്നതാണ്. അജ്ഞതയിൽ നിന്നാണ് പലപ്പോഴും ഭയം ഉടലെടുക്കുന്നത്. ലോകത്താകെ 5000-ഓളം ഇനം പാറ്റകൾ ഉണ്ടെങ്കിലും അതിൽ വളരെ കുറഞ്ഞ ശതമാനം മാത്രമാണ് മനുഷ്യരുടെ വീടുകളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നത്. ഭൂരിഭാഗം പാറ്റകളും കാടുകളിലും പ്രകൃതിയുടെ മറ്റു കോണുകളിലും മനുഷ്യർക്ക് യാതൊരു ശല്യവുമില്ലാതെ ജീവിക്കുന്നവയാണ്. ഭൂമിയിലെ ഏറ്റവും പുരാതനമായ ജീവികളിലൊന്നാണ് പാറ്റകൾ.
ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ്, അതായത് ഡൈനോസറുകളുടെ കാലത്തിനു മുൻപേ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഇവ വൻതോതിലുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങളെയും പ്രകൃതി ദുരന്തങ്ങളെയും അതിജീവിച്ചാണ് ഇന്നത്തെ രൂപത്തിലെത്തി നിൽക്കുന്നത്. ശാസ്ത്രലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള അതിജീവന തന്ത്രങ്ങളാണ് ഇവയ്ക്കുള്ളത്. ഒരു മാസം വരെ ആഹാരമില്ലാതെയും ഒരാഴ്ച വരെ വെള്ളമില്ലാതെയും ജീവിക്കാൻ ഇവയ്ക്ക് കഴിയും. വെള്ളത്തിനടിയിൽ ശ്വാസം അടക്കി പിടിച്ച് 40 മിനിറ്റ് വരെ കിടക്കാനുള്ള ഇവയുടെ ശ്വസന വ്യവസ്ഥയും മനുഷ്യരെക്കാൾ 15 മടങ്ങ് കൂടുതൽ വികിരണശേഷിയെ ചെറുക്കാനുള്ള ഇവയുടെ ശരീരഘടനയും ശാസ്ത്രജ്ഞർ ഇന്നും ഗവേഷണങ്ങൾക്ക് വിധേയമാക്കുന്നുണ്ട്. പ്രകൃതിയിലെ ഈ അത്ഭുതകരമായ അതിജീവന ശേഷിയെ കൗതുകത്തോടെ നോക്കിക്കാണാൻ തുടങ്ങിയാൽ അവയോടുള്ള ഭയം പതുക്കെ കുറയാൻ തുടങ്ങും. പാറ്റകൾ തികച്ചും ഉപദ്രവകാരികളായ ജീവികളാണെന്ന ധാരണ തെറ്റാണ്. പ്രകൃതിയിലെ ജൈവ അവശിഷ്ടങ്ങളെയും ചീഞ്ഞഴുകിയ സസ്യങ്ങളെയും മണ്ണിലേക്ക് ലയിപ്പിച്ചു ചേർക്കുന്ന നായകന്മാരാണ് പാറ്റകൾ. അവ മണ്ണിലെ പോഷകഗുണം നിലനിർത്താൻ സഹായിക്കുന്നു. പാറ്റകളില്ലായിരുന്നുവെങ്കിൽ വനങ്ങളിലെയും മറ്റിടങ്ങളിലെയും ജൈവ മാലിന്യങ്ങൾ കുന്നുകൂടുമായിരുന്നു. അതുപോലെ തന്നെ ഇവ കേവലം അറിവില്ലാത്ത വെറും പ്രാണികളല്ല. ഇവയ്ക്ക് കാര്യങ്ങൾ പഠിക്കാനും ഓർമ്മിച്ചു വെക്കാനുമുള്ള പ്രത്യേക കഴിവുണ്ടെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. രാസസന്ദേശങ്ങൾ വഴിയും ശബ്ദങ്ങൾ വഴിയുമാണ് ഇവ പരസ്പരം ആശയവിനിമയം നടത്തുന്നത്. മെഡഗാസ്കർ ഹിസ്സിംഗ് കോക്രോച്ച് പോലുള്ള ചില പ്രത്യേക ഇനങ്ങളെ ആളുകൾ വീടുകളിൽ വളർത്തുമൃഗങ്ങളായി പോലും സംരക്ഷിക്കുന്നുണ്ട്. അവ മനുഷ്യരെ ഉപദ്രവിക്കാത്തവയും തികച്ചും ശാന്തരുമാണ്. പാറ്റകൾ മനുഷ്യരെ ആക്രമിക്കുന്ന ജീവികളല്ല, മറിച്ച് മനുഷ്യ സാന്നിധ്യം കാണുമ്പോൾ ഭയം ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നവരാണെന്ന തിരിച്ചറിവ് അവയോടുള്ള ഭയം മാറ്റാൻ സഹായിക്കും. ഈ ഭയത്തിൽ നിന്ന് പൂർണ്ണമായ മോചനം നേടാൻ ഫലപ്രദമായ പല ശാസ്ത്രീയ ചികിത്സകളും ഇന്ന് ലഭ്യമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി അഥവാ CBT. പാറ്റകളെക്കുറിച്ച് മനസ്സിലുള്ള തെറ്റായ ചിന്തകളെയും യുക്തിരഹിതമായ ഭയങ്ങളെയും തിരിച്ചറിഞ്ഞ് അവയെ നല്ല ചിന്തകൾ കൊണ്ട് മാറ്റിയെടുക്കാൻ ഈ തെറാപ്പി സഹായിക്കുന്നു. മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനുള്ള മികച്ച ഉപകരണങ്ങൾ CBT വഴി ലഭിക്കുന്നു. മറ്റൊരു പ്രധാന ചികിത്സ എക്സ്പോഷർ തെറാപ്പിയാണ്. ഒരു വിദഗ്ധനായ തെറാപ്പിസ്റ്റിന്റെ സാന്നിധ്യത്തിൽ പാറ്റകളുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളിലേക്ക് വ്യക്തിയെ പടിപടിയായി കടത്തിവിടുന്ന രീതിയാണിത്. ആദ്യം പാറ്റയുടെ ചിത്രം കാണിക്കുക, പിന്നീട് അതിന്റെ വീഡിയോ കാണിക്കുക, പതുക്കെ പതുക്കെ അതിനടുത്തേക്ക് ചെല്ലുക തുടങ്ങിയ ഘട്ടങ്ങളിലൂടെ ഭയമില്ലാതാക്കുന്നു. നമ്മുടെ തലച്ചോറിലെ ഭയത്തെ നിയന്ത്രിക്കുന്ന ഭാഗത്തിന് യുക്തിപരമായ ഭാഷ മനസ്സിലാകില്ല. അതിന് അനുഭവങ്ങളിലൂടെ മാത്രമേ കാര്യങ്ങൾ ബോധ്യപ്പെടുകയുള്ളൂ. പാറ്റകൾ തങ്ങൾക്ക് ഭീഷണി അല്ലെന്ന് തലച്ചോറിന് അനുഭവത്തിലൂടെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഈ തെറാപ്പിയിലൂടെ സാധിക്കുന്നു. ഇതോടൊപ്പം ആഴത്തിലുള്ള ശ്വാസോച്ഛ്വാസം, ധ്യാനം, യോഗ തുടങ്ങിയ റിലാക്സേഷൻ വിദ്യകൾ പരിശീലിക്കുന്നത് ഉത്കണ്ഠ കുറയ്ക്കാൻ സഹായിക്കും. ഭയം തോന്നുമ്പോൾ ശരീരപേശികൾ അയച്ചുവിട്ട് പതുക്കെ ശ്വാസമെടുക്കാനും ആത്മവിശ്വാസമുള്ള ഭാവം നിലനിർത്താനും ശ്രമിക്കുന്നത് വഴി ശരീരത്തിലെ ഹോർമോൺ വ്യതിയാനങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കും. കാറ്റ്സാരിഡോഫോബിയ എന്നത് നിസ്സാരമായി തള്ളിക്കളയേണ്ട ഒന്നല്ലെങ്കിലും കൃത്യമായ പരിശീലനത്തിലൂടെയും ചികിത്സയിലൂടെയും പൂർണ്ണമായി മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒന്നാണ്. ഭയത്തെക്കുറിച്ചുള്ള ശരിയായ അറിവും സ്വയം നിയന്ത്രിക്കാനുള്ള മനഃശക്തിയും ഉണ്ടെങ്കിൽ ഏതൊരാൾക്കും ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു കടക്കാം. പാറ്റകളെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ മാറ്റിവെച്ച് അവയെ പ്രകൃതിയുടെ ഭാഗമായി കാണാൻ ശ്രമിക്കുകയാണ് ആദ്യപടി. ഈ ഭയം കാരണം ജീവിതത്തിലെ സന്തോഷങ്ങളും യാത്രകളും നഷ്ടപ്പെടുത്തുന്നവർക്ക് അനുയോജ്യമായ ചികിത്സ തേടാൻ യാതൊരുവിധ മടിയും വിചാരിക്കേണ്ടതില്ല. കൃത്യമായ മാർഗനിർദ്ദേശവും ക്ഷമയോടെയുള്ള ശ്രമങ്ങളും ഉണ്ടെങ്കിൽ ഈ ഭയത്തിന്റെ തടവറയിൽ നിന്ന് പൂർണ്ണ സ്വാതന്ത്ര്യം നേടി ആത്മവിശ്വാസത്തോടെയുള്ള ഒരു പുതിയ ജീവിതം കെട്ടിപ്പടുക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.